നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വ്യാഴാഴ്ച കടകളടച്ചിട്ട് പ്രതിഷേധിക്കും. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. സംസ്ഥാന സർക്കാരും പുതുക്കാട് പഞ്ചായത്ത് ഭരണസമിതിയും ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ മാർച്ച് 8-നും ഷഷ്ഠി മഹോത്സവം മാർച്ച് 15-നും നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെയും തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിലെയും വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോ LP സ്കൂളിലെയും വാർഷികം ആഘോഷിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വ്യാഴാഴ്ച കടകളടച്ചിട്ട് പ്രതിഷേധിക്കും. വേതന പാക്കേജ് പരിഷ്കരിക്കുക, കേരളത്തിലെ പൊതുവിതരണ മേഖലയോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന ഒഴിവാക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. റേഷൻ വ്യാപാരി സംയുക്ത സമരസമിതിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. സംസ്ഥാന സർക്കാരും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നാരോപിച്ച് BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുടങ്ങിയ സാമൂഹ്യ പെൻഷൻ, അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പ്രവർത്തനാനുമതി, സ്ട്രീറ്റ് ലൈറ്റ് ടെൻഡർ അഴിമതി, ദീർഘവീക്ഷണമില്ലാത്ത പഞ്ചായത്ത് കെട്ടിട നിർമ്മാണം, ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്ക് സുതാര്യതയില്ലായ്മ തുടങ്ങിയ വിവിധ വിഷയങ്ങളിൽ അനാസ്ഥ കാട്ടുന്നുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. BJP ജില്ലാ കമ്മിറ്റി അംഗം PG ജയൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജിബിൻ പുതുപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തല്ലൂർ, ജനറൽ സെക്രട്ടറി വിജു തച്ചംകുളം, ബേബി കീടായി, ജോയ് മഞ്ഞളി, രശ്മി ശ്രീഷോഭ്, നിശാന്ത് അയ്യഞ്ചിറ, ഡേവിസ് ചിറയത്ത്, പ്രകാശൻ കിളിയാറ, NC അജിതൻ എന്നിവർ പ്രസംഗിച്ചു. ദ്രോഹപരമായ നടപടികൾക്കെതിരെ പെൻഷൻ നൽകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കേരള സർക്കാർ, അതുപോലെ തന്നെ അക്രമരാഷ്ട്രീയത്തിലൂടെ കോളേജുകളിലും മറ്റും കൊലപാതക രാഷ്ട്രീയത്തിന് കൂട്ടുനിൽക്കുന്ന LDF സർക്കാരിനെതിരെ പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഏറെ പിന്നോക്കം പോകുകയും നിഷ്ക്രിയമായ രീതിയിൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പ്രവർത്തിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പരിപാടി ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെ വാർഷികാഘോഷവും രക്ഷാകർതൃദിനവും പുതിയ പാചകപ്പുരയുടെ ഉദ്ഘാടനവും KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ഹാസ്യതാരം ബിനു കോടന്നൂർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രധാന അധ്യാപിക K രമ, ചേർപ്പ് AEO AV സുനിൽകുമാർ, സ്കൂൾ മാനേജർ TA വിൽസൺ, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, PS പ്രീജു, ജിഷ ഡേവിസ്, കവിതാ ക്ലബ് സെക്രട്ടറി രാജു കിഴക്കൂടൻ, സീനിയർ അധ്യാപിക MB ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃദിനവും സ്റ്റാർട്സ് പ്രീ പ്രൈമറി വർണ്ണക്കൂടാരം നിർമ്മാണോദ്ഘാടനവും നടത്തി. ചടങ്ങ് KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പോൾസൺ തെക്കുംപീടിക, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലത സുകുമാരൻ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ജിഷ ഡേവിസ്, വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ സലീഷ് ചെമ്പാറ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരിക്കുട്ടി വർഗീസ്, പഞ്ചായത്ത് അംഗങ്ങളായ മായ രാമചന്ദ്രൻ, കപിൽ രാജ്, സൈമൺ നമ്പാടൻ, ചേർപ്പ് AEO MB സുനിൽകുമാർ, BRC ട്രെയിനർ K ഫേബ, സ്കൂൾ പ്രധാനാധ്യാപിക L ജസീമ, സ്റ്റാഫ് സെക്രട്ടറി ജീന തോമസ്,
PTA പ്രസിഡന്റ് MM അജിത്, MPTA പ്രസിഡന്റ് ശ്രുതി, SMC അധ്യക്ഷ C ശ്രുതി, അധ്യാപിക AM ഭുവനേശ്വരി, SRG കൺവീനർ MA സീന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോ LP വിദ്യാലയത്തിന്റെ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും KGയുടെയും 4ാം ക്ലാസിന്റെയും കോൺവൊക്കേഷൻ സെറിമണിയും സംയുക്തമായി നടത്തി. പരിപാടി ബാലതാരം ആഗ്ന റോസ് ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ലോർഡ്സ് അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ ജോസ് കിടങ്ങൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ആൻഡോ പയ്യപ്പള്ളി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വാർഡംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ, ആർട്ടിസ്റ്റ് ഡേവിസ്, PTA പ്രസിഡന്റ് CV സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ആർട്ടിസ്റ്റ് ഡേവിസ് വരച്ച ആഗ്നയുടെ ഛായാചിത്രം ഫാദർ ജോസ് കിടങ്ങൻ ആഗ്നയ്ക്ക് കൈമാറി. അധ്യാപക രക്ഷാകർതൃ ദിനത്തോടനുബന്ധിച്ച് KGയുടെയും 4ാം ക്ലാസിൻ്റെയും കോൺവെക്കേഷൻ സെറിമണിയും നടത്തി. ദേവമാതാ കോർപ്പറേറ്റ് മാനേജർ ഫാദർ സന്തോഷ് മുണ്ടൻമാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോർഡ്സ് അക്കാദമി പ്രിൻസിപ്പൽ ഫാദർ ജോസ് കിടങ്ങൻ, ഫാദർ സന്തോഷ് മുണ്ടൻമാണി എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി. ചടങ്ങുകൾക്ക് ശേഷം കലാപരിപാടികളും അരങ്ങേറി. ജില്ലയിലെ വനാതിർത്തി പ്രദേശങ്ങളിലുള്ള ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം ആവശ്യപ്പെട്ട് അതിശക്തമായ കർഷക പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അംഗം ജോർജ് താഴേക്കാടൻ അറിയിച്ചു. വന്യജീവി ആക്രമണങ്ങൾ നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ജനവാസ മേഖലയിൽ എത്തുന്ന ആക്രമകാരികളായ വന്യമൃഗങ്ങളെ കണ്ടാൽ ഉടൻ വെടിവെക്കാനുള്ള ഉത്തരവിടാൻ മജിസ്ട്രേറ്റ് കൂടിയായ കളക്ടർക്ക് അധികാരം നൽകണമെന്നും ഈ ഉത്തരവ് നടപ്പാക്കാൻ പോലീസിനെ ചുമതലപ്പെടുത്തണമെന്നും കേരള കോൺഗ്രസ് M ആവശ്യപ്പെട്ടു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയേങ്കര, ആൻസി ജോബി, കുടുംബശ്രീ ചെയർപേഴ്സൺ അമ്പിളി ഹരി, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ, അസിസ്റ്റന്റ് എഞ്ചിനീയർ KA സരിത, ഉഷ ബാലൻ എന്നിവർ പ്രസംഗിച്ചു. ഒരു കുടുംബശ്രീ ജനീയ ഹോട്ടൽ എന്ന് പറയുന്ന ഈ ഹോട്ടൽ സ്ഥാപിച്ച് നമ്മൾ പ്രവർത്തനം തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും അതിൻ്റെ ഒരു ആധുനികമായ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല സൗകര്യത്തോടു കൂടി ഇത് നടത്തിക്കൊണ്ടുപോകാനുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിൻ്റെ കമ്മിറ്റി പ്രത്യേക ഒരു പ്രോജക്റ്റ് വെച്ചുകൊണ്ട് തന്നെ ഇതിൽ പുതുക്കി പണിയുകയും നല്ല ടേബിളും അതുപോലെ തന്നെ കസേരകളും പാത്രങ്ങളും അടക്കം എല്ലാം സജ്ജീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് പ്രവർത്തനം തുടങ്ങുന്നത്. ഇവിടെ പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി അപ്പുറത്തേക്ക് മാറ്റിയതുകൊണ്ട് 2 റൂമും ടേബിളും കസേരയൊക്കെ വർദ്ധിപ്പിച്ച് നല്ലൊരു ഭക്ഷണം കൊടുക്കുന്ന ഒരു ജനകീയ ഹോട്ടലായി മാറുകയാണ്. ന്യായമായ വിലയ്ക്ക് 30 രൂപയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജനകീയ ഹോട്ടൽ പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ അതൊരു 5 സ്റ്റാർ ഹോട്ടലിന്റെ പുതുമയോടുകൂടി നമ്മൾ ആധുനിക സൗകര്യത്തോടു കൂടി കുടുംബശ്രീയുടെ ക്യാൻറ്റീൻ ഇത്ര വിപുലപ്പെടുത്താനായിട്ട് സഹകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ. നമ്മൾ ചെറിയൊരു ഇടുങ്ങിയ മുറിയിൽ വളരെ ശോചനീയമായ അവസ്ഥയിലായിരുന്ന ഒരു കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്. അത് ഇന്ന് ഒരു നല്ലൊരു കെട്ടിടത്തിലേക്ക് മാറിക്കൊണ്ട് എല്ലാ സൗകര്യങ്ങളും കൂടി ആരംഭിക്കാൻ സാധിച്ചതിൽ തുടങ്ങുന്ന സമയത്ത് വളരെ മോശം ഇതിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മളത് കുറച്ചുകൂടി നന്നായിട്ട് പെയിൻറ്റിങ് ചെയ്തു, കുറേ ടൈലിട്ടു, കിച്ചണൊക്കെ നല്ല വൃത്തി നല്ല നൂതന രീതിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടി ഇത് ഭംഗിയാക്കി ചെയ്തു തന്നതിന് നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി. അളകപ്പനഗർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ OP കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 10-ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ശില അനാച്ഛാദന കർമ്മം TN പ്രതാപൻ MP നിർവഹിക്കും. വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ മാർച്ച് 8-നും ഷഷ്ഠി മഹോത്സവം മാർച്ച് 15-നും നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച രാവിലെ 6 മുതൽ 8 വരെ വിശേഷാൽ പൂജ, 8 മുതൽ 10 വരെ ക്ഷേത്ര ചടങ്ങുകളും നടക്കും. വൈകിട്ട് 5 മണിക്ക് ക്ഷേത്രത്തിൽ നിന്നും നാമജപ ഘോഷയാത്ര ദേശപ്രദക്ഷിണം നടത്തി തിരിച്ചെത്തും. രാത്രി 7-ന് വിവിധ കലാപരിപാടികളും തുടർന്ന് ഭജനയും ഉണ്ടായിരിക്കും. ശനിയാഴ്ച പുലർച്ചെ 3 മുതൽ ബലിതർപ്പണത്തിന് സൗകര്യമുണ്ടായിരിക്കും. ഷഷ്ഠി മഹോത്സവ ദിനമായ മാർച്ച് 15-ന് രാവിലെ 8:30 മുതൽ ക്ഷേത്രാങ്കണത്തിൽ ക്ഷേത്രസെറ്റിൻ്റെ കാവടിയാട്ടവും ദേശപ്രദക്ഷിണവും, ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ ദേശക്കാരുടെ കാവടിയാട്ടവും നടക്കുന്നതാണ്.
വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ എം ചന്ദ്രശേഖരൻ, ഉണ്ണികൃഷ്ണൻ പാലക്കൽ, ശശിധരൻ പള്ളിപ്പുറത്ത്, ശശികുമാർ ചന്ദ്രഗീതം എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ശ്രീ വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ തന്നെ 8-ാം തീയതി വെള്ളിയാഴ്ച, മാർച്ച് 8 വെള്ളിയാഴ്ച ആഘോഷിക്കുകയാണ്. അതിൽ നമ്മൾ സാധാരണ പോലെ എല്ലാ വിഷയങ്ങളും മഹാജലധാര, പ്രത്യേകിച്ച് വൈകിട്ട് 5 മണിക്ക് നമ്മളൊരു നാമജപ ഘോഷയാത്ര വെച്ചിട്ടുണ്ട്. അത് ശ്രീകണ്ഠേശ്വരം. ഇതിൽ ഏകദേശം ഒരു 10-15,000 പേര് പങ്കെടുക്കുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഷഷ്ടിക്ക്. എല്ലാ വർഷവും ബലി തർപ്പണത്തിന് ഒരു 600 പേര് പങ്കെടുക്കാറുണ്ട്. ഈ വർഷവും ഞങ്ങളത്. മാർച്ച് 8-ാം തീയതിയാണല്ലോ ശിവരാത്രി. ആ ദിവസം വൈകിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ വളർന്നു വന്ന കലാകാരന്മാരുടെയും കലാകാരികളുടെയും പ്രകടനങ്ങൾ, അവരുടെ പെർഫോമൻസും കഴിഞ്ഞ കൊല്ലത്തെ പോലെ കൊല്ലമുണ്ട്. വിശേഷമായിട്ട് ശിവരാത്രിക്ക് തദ്ദേശമായിട്ട് ലഭ്യമായിട്ടുള്ള ആളുകളുടെ കലാപ്രകടനങ്ങൾ അതിന് തന്നെയാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. കുട്ടികളാണെങ്കിലും ശരി, സ്ത്രീകളാണെങ്കിലും ശരി ഒക്കെ അവിടുത്തെ മാതൃസമിതി ഉണ്ട്, അവിടുത്തെ കുട്ടികളുണ്ട്. ആലുവ ശിവരാത്രി പ്രമാണിച്ച് സർവീസ് നടത്തുന്ന ശിവരാത്രി സ്പെഷ്യൽ ട്രെയിൻ വെള്ളിയാഴ്ച രാത്രി 11:33 പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേരും. ഷൊർണൂർ തൃശൂർ പാസഞ്ചറാണ് ആലുവയിലേക്ക് നീട്ടിയത്. പുതുക്കാട് നിന്ന് ആലുവയിലേക്ക് പാസഞ്ചർ നിരക്ക് 10 രൂപയാണ്. എന്നാൽ തിരിച്ച് 5:15 ആലുവയിൽ നിന്ന് കണ്ണൂരിലേക്ക് എക്സ്പ്രസ് ട്രെയിനായി പുറപ്പെടുന്നതിനാൽ ആലുവ പുതുക്കാട് എക്സ്പ്രസ് നിരക്ക് 30 രൂപയാണ്. ഈ ട്രെയിനിന് പിറകിൽ രാവിലെ 6:45 ആലുവയിൽ നിന്നും പുറപ്പെടുന്ന ഗുരുവായൂർ പാസഞ്ചറിന് നിരക്ക് 10 രൂപയും രാവിലെ 7:12 പുറപ്പെടുന്ന നിലമ്പൂർ എക്സ്പ്രസിന് നിരക്ക് 30 രൂപയും ആണ്. വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് പുതുക്കാട് നിന്നും ആലുവയിലേക്കുള്ള കോട്ടയം എക്സ്പ്രസിന് നിരക്ക് 30 രൂപയാണ്. ഈ ട്രെയിനുകൾക്ക് പുതുക്കാടിന് പുറമെ നെല്ലായിലും സ്റ്റോപ്പുണ്ട്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ശിവരാത്രി തീർത്ഥാടകർക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായി സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി അറിയിച്ചു. ശിവരാത്രി ദിനമായ വെള്ളിയാഴ്ച നെന്മണിക്കര മഹാദേവ ക്ഷേത്രത്തിൽ രാവിലെ 9-ന് ശ്രീഭൂതബലി, കാഴ്ചശിവേലി, ഉച്ചതിരിഞ്ഞ് 3-ന് പഞ്ചവാദ്യ അകമ്പടിയിൽ കാഴ്ചശിവേലി, രാത്രി 8-ന് പള്ളിവേട്ട, എഴുന്നള്ളിപ്പ്, കേളത്ത് സുന്ദരന്മാരാർ പ്രാമാണികനായ പാണ്ടിമേളം എന്നിവ ഉണ്ടായിരിക്കും. ഒമ്പതിങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ മഹാശിവരാത്രി ആഘോഷവും സമൂഹ അഭിഷേകവും വെള്ളിയാഴ്ച നടക്കും. ശിവരാത്രി ദിവസം വ്രതം എടുത്തുവരുന്ന എല്ലാ ഭക്തർക്കും മഹാദേവന്റെ ശ്രീകോവിലിന് അകത്ത് പ്രവേശിച്ച് പൂജാരിയില്ലാതെ സ്വയം അഭിഷേകവും അർച്ചനയും നടത്താവുന്ന സമൂഹ അഭിഷേകം രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ഉണ്ടാകും. അന്നേ ദിവസം രാവിലെ മഹാഗണപതി ഹോമം, മഹാമൃത്യുഞ്ജയ ഹോമം, അലങ്കാര പൂജ, കലശാഭിഷേകം, ഉച്ചയ്ക്ക് അന്നദാനം, ദീപാരാധന, ചതുർയാമ പൂജകൾ എന്നിവയും പിറ്റേന്ന് പുലർച്ചെ മുതൽ ശിവരാത്രി ബലിതർപ്പണവും ഉണ്ടായിരിക്കും. മറവാഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവവും ബലിതർപ്പണവും വെള്ളി, ശനി ദിവസങ്ങളിൽ നടക്കും. ശനിയാഴ്ച രാവിലെ 3:30 മുതൽ 9 വരെ ബലിയിടൽ കർമ്മത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. രാവിലെ 9:30-ന് സഹസ്ര കുംഭാഭിഷേകം, ഉച്ചയ്ക്ക് 12-ന് അന്നദാനവും ഉണ്ടായിരിക്കും. നെല്ലായി, പന്തലൂർ, ചെങ്ങാന്തുരുത്തി ശിവശക്തി മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവം വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിലായി ആഘോഷിക്കും. 7-ന് വൈകുന്നേരം ദേശത്തെ കലാപ്രതിഭകളുടെ കലാവിരുന്ന്, 8-ന് വൈകുന്നേരം മറ്റത്തൂർ പള്ളംമുറി യുവജന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ചെണ്ടുകാവടി, ശിങ്കാരിമേളം, തെയ്യാട്ടം എന്നിവയുടെ അകമ്പടിയോടെ താലം വരവ്, പഞ്ചാരിമേളം, ചികിത്സാ ധനസഹായ വിതരണം, ഉന്നത വിജയം നേടിയവരെ ആദരിക്കൽ, സ്റ്റാർ കോമഡി ഷോ എന്നിവയുണ്ടാകും. 9-ന് പുലർച്ചെ 2:15 മുതൽ രാവിലെ 9 വരെ ക്ഷേത്രത്തിന് സമീപത്തെ പൊടിയോരത്ത് പിതൃബലി തർപ്പണവും നടക്കും. വരാനിരിക്കുന്ന വേനൽ അവധിക്കാലത്ത് വായനയുടെ വസന്തം തീർക്കാൻ നാടിൻ്റെ അക്ഷരഖനിയായ ഗ്രാമീണ വായനശാല ഒരുക്കുവാൻ സ്വയം മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് വരന്തരപ്പള്ളി വിവേകാനന്ദ അക്കാദമി ഓഫ് മോണ്ടിസോറിയിലെ അധ്യാപക പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥിനികൾ. സിലബസിനപ്പുറം തങ്ങൾ അനുഷ്ഠിക്കേണ്ട സാമൂഹ്യ പ്രതിബദ്ധതയാണ് വേറിട്ട വഴിയിലൂടെ അവർ മറ്റുള്ളവർക്ക് കൂടി മാതൃകയാക്കുന്നത്. വിദ്യാലയത്തിനടുത്തുള്ള ഗ്രാമീണ വായനശാലയുടെ ശോച്യാവസ്ഥയറിഞ്ഞ കുട്ടികൾ ലൈബ്രറിയുടെ ഭരണനേതൃത്വവുമായി ബന്ധപ്പെടുകയും അടഞ്ഞുകിടന്നിരുന്ന ലൈബ്രറി വൃത്തിയാക്കി തിരിച്ചേൽപ്പിക്കാമെന്ന് ഉറപ്പു നൽകുകയും അതനുസരിച്ച് ലൈബ്രറിയുടെ മുന്നിലെ കാടും ഉൾഭാഗവും വൃത്തിയാക്കുകയും ആയിരുന്നു. ലൈബ്രറി കൗൺസിലിൻ്റെ അംഗീകാരമുള്ള ഈ ലൈബ്രറിയിൽ വലിയൊരു ഗ്രന്ഥശേഖരം തന്നെയാണ് വായനക്കാരെ കാത്തിരിക്കുന്നത്. 1954 സ്ഥാപിതമായ ഈ ലൈബ്രറി
ഇതിൻ്റെ 70 വർഷം പിന്നിടുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് വായനാ ലോകം തുറന്നുവെക്കാൻ ലൈബ്രറി പ്രവർത്തകർക്കൊപ്പം കൈകോർക്കാൻ തയ്യാറാവുകയാണ് ഭാവിയിലെ അധ്യാപകരാവാനുള്ള ഈ വിദ്യാർത്ഥിക്കൂട്ടം. വിദ്യാർത്ഥിനികളായ ആര്യ നന്ദൻ, നിവേദിത ദിനേശൻ, KM റുബീന, PB ഷഹാന, സരിത കൃഷ്ണൻ, റിങ്കി റാഫേൽ, അധ്യാപിക KS ശ്രുതി എന്നിവരടങ്ങുന്ന സംഘത്തിന് പ്രിൻസിപ്പൽ K രമാദേവി നേതൃത്വം നൽകി. വായനശാല പ്രസിഡന്റ് CK രാധാകൃഷ്ണൻ വിദ്യാർത്ഥിനികളെ അഭിനന്ദിച്ചു. മികച്ച ഗുണമേന്മയുള്ള വസ്ത്രങ്ങളുമായി മഞ്ഞളി ഡ്രസ് വേൾഡ് തലൂർ ഐശ്വര്യ കോംപ്ലക്സിൽ വെള്ളിയാഴ്ച ആരംഭിക്കും. രാവിലെ 9-ന് തലൂർ ഇൻഫന്റ് ജീസസ് പള്ളി വികാരി ഫാദർ ജോഷി വെണ്ണാട്ടുപറമ്പിൽ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. MA ജോസ് ആദ്യ വിൽപ്പന നടത്തും. തൊട്ടിപ്പാൾ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണോദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 4-ന് റവന്യൂ മന്ത്രി K രാജൻ നിർവഹിക്കും. വില്ലേജ് ഓഫീസിന് സമീപമുള്ള VFPCK ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ KK രാമചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. TN പ്രതാപൻ MP മുഖ്യാതിഥിയാകും. കാലാവസ്ഥ: കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ ആശാപ്രവർത്തകയുടെ ഒഴിവുണ്ട്. SSLC വിദ്യാഭ്യാസ യോഗ്യതയും 25-നും 45-നും ഇടയിൽ പ്രായമുള്ളവരും തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് നിവാസികളുമായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം. യോഗ്യതയുള്ളവർ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുമായി തൃക്കൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചേരേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ ഇനി പറയുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. നമ്പർ 9747041230. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്തിലെ സർക്കാർ ആയുർവേദ ഡിസ്പെൻസറി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററിലേക്ക് നാഷണൽ ആയുഷ് വിഷൻ പദ്ധതി പ്രകാരം മൾട്ടിപർപ്പസ് വർക്കറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. GNM ആണ് യോഗ്യത. പ്രായപരിധി 40 വയസ്സ്. അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി മാർച്ച് 12 ചൊവ്വാഴ്ച. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8921258563. ഇന്നത്തെ സ്വർണ്ണവില: സ്വർണം ഗ്രാമിന് 5970 രൂപ, പവന് 47,760 രൂപ. പൂക്കോട് പള്ളിപ്പുറത്ത് സുലോചനമ്മ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ കേശവൻ നായരാണ് ഭർത്താവ്. സുമ മകളും സുരേഷ് മരുമകനുമാണ്. മണ്ണമ്പേട്ട മാമ്പറമ്പത്ത് പരേതനായ സത്യൻ ഭാര്യ ഭാർഗവി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9-ന് വീട്ടുവളപ്പിൽ. ഉല്ലാസ്, ഉല്ലേഖ എന്നിവർ മക്കളും സന്ധ്യ, അനിലൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ വ്യാഴാഴ്ച കടകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. റേഷൻ വ്യാപാരി സംയുക്ത സമര സമിതിയാണ് പണിമുടക്കിനെ ആഹ്വാനം ചെയ്തത്. സംസ്ഥാന സർക്കാരും പുതുക്കാട് പഞ്ചായത്ത് ഭരണസമിതിയും ജനദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത് ആരോപിച്ച് BJP പുതുക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പുതുക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വരന്തരപ്പള്ളി ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷങ്ങൾ മാർച്ച് 8-നും ഷഷ്ഠി മഹോത്സവം മാർച്ച് 15-നും നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാവല്ലൂർ സെന്റ് ആന്റണീസ് LP സ്കൂളിലെയും തൃക്കൂർ ഗവൺമെന്റ് LP സ്കൂളിലെയും വരന്തരപ്പള്ളി സെന്റ് ജോൺ ബോസ്കോ LP സ്കൂളിലെയും വാർഷികം ആഘോഷിച്ചു. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിലെ നവീകരിച്ച കുടുംബശ്രീ ജനകീയ ഹോട്ടൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകളറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.